Welcome, dear students. We were discussing our first chapter from history, tracing changes through 1,000 years. സി 750 മുതൽ 1750 വരെയുള്ള 1000 വർഷ കാലയളവിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. In the last class, we have seen some terminologies, new and old terminologies, and we have discussed about historians and their sources. Here in this class we will see new social and political groups. Listen. The study of the 1,000 years between 700 and 1750 is a huge challenge to historians, largely because of the scale and variety of developments that occurred over the period. At different moments in this period, new technologies made their appearance like the Persian wheel in irrigation, the spinning wheel in weaving, and firearms in combat. New foods and beverages arrived in the subcontinent: potatoes, corn, chilies, tea, and coffee. Listen, എന്താണ് പറഞ്ഞത്? 700 മുതൽ 1750 വരെയുള്ള കാലയളവിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും പലതരത്തിലുള്ള വികസനങ്ങളും ഡെവലപ്മെൻറ്റ്സും ഉണ്ടായി, എസ്പെഷ്യലി ഇൻ ദി ടെക്നോളജിക്കൽ ഫീൽഡ്. പേർഷ്യൻ വീലിൻ്റെ കണ്ടുപിടുത്തം ഇറിഗേഷനിൽ. ദിസ് ഇസ് എ പിക്ചർ ഓഫ് പേർഷ്യൻ വീൽ. അതായത് ഒരു വീല് ആണിത്. കൃത്യമായ അകലത്തിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ബക്കറ്റുകൾ. ഇതിങ്ങനെ വീല് കറങ്ങുമ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം താഴെ നിന്ന് കളക്ട് ചെയ്ത് ഇതുകൊണ്ട് മുകളിലെത്തുമ്പോൾ കൃഷിയിടത്തിലേക്ക് അത് ഒഴിച്ചുവിടുന്നു. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ്. അതുപോലെ സ്പിന്നിങ് വീൽ, യു നോ ദിസ്. തുണി അല്ലെങ്കിൽ നൂൽക്കാൻ ഉള്ള സ്പിന്നിങ് വീൽ. അതുപോലെ പലതരത്തിലുള്ള ഫയർ ആംസ്, ബാറ്റിൽസിനൊക്കെ ഉപയോഗിക്കുന്ന പുതിയ ആധുനിക രീതിയിലുള്ള ഗണ്ണുകളും മറ്റ് ഫയർ ആംസ്, എന്താണ്, ആയുധങ്ങൾ. കൂടാതെ ന്യൂ ഫുഡ്സ് ആൻഡ് ബിവറേജസ്, പൊട്ടറ്റോസ്, കോൺ, ചില്ലീസ്, ടീ, കോഫി മുതലായ പുതിയ പുതിയ ഫുഡ് ഐറ്റംസ്. പല വിദേശ രാജ്യങ്ങളുടെയൊക്കെ കടന്നുവരവായിരിക്കാം ഇവിടേക്ക് പുതിയ പുതിയ ഫുഡ് ഐറ്റംസും ഒക്കെ വന്നുചേർന്നു. As a result of all these innovations, this was a period of economic, political, social and cultural changes. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇന്നോവേഷൻസും കണ്ടുപിടുത്തങ്ങളും ഒക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ്? ദിസ് വാസ് എ പീരിയഡ് ഓഫ് എക്കണോമിക്, സാമ്പത്തികമായിട്ടുള്ള, പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള, സോഷ്യൽ, സാമൂഹികപരമായിട്ടുള്ള, കൾച്ചറൽ ചേഞ്ചസ്. ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലും എല്ലാ രീതിയിലുമുള്ള ഒരു ആകമാന മാറ്റം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായി. This was also a period of great mobility. Groups of people travel long distances in search of opportunity. The subcontinent held immense wealth and the possibilities for people to carve a fortune. One group of people who became important in this period were the Rajputs, a name derived from Rajaputra, the son of a ruler. Between the 8th and 14th centuries, the term was applied more generally to a group of warriors who claimed Kshatriya caste status. This was a period of great mobility. യാത്രകളുടെയും അതുപോലെ സഞ്ചാരത്തിൻ്റെയും ഒക്കെ ഒരു കാലയളവായിരുന്നു. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ, ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും തേടി ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരങ്ങൾ, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള പലതരത്തിലുള്ള യാത്രകളുടെ ഒരു കാലഘട്ടം. മാത്രമല്ല, വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ബിക്കെയിം ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പീരിയഡ് വേർ ദി രാജ്പുത്സ്, എ നെയിം ഡിറൈവ്ഡ് ഫ്രം രാജപുത്ര, രാജാവിൻ്റെ പുത്രൻ, ദി സൺ ഓഫ് എ റൂളർ. രാജപുത്രന്മാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. അവർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് ആ ഒരു കാലയളവിൽ വഹിച്ചത് സമൂഹത്തിൽ. Between the 8th and 14th centuries, the term was applied more generally to a group of warriors who claimed Kshatriya caste status. 8ാം നൂറ്റാണ്ടിൻ്റെയും 14ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്ന വാരിയേഴ്സിനെയൊക്കെ മെൻഷൻ ചെയ്യാൻ രജപുത്രന്മാർ എന്ന ആ ഒരു പദം ഉപയോഗിച്ചു. മാത്രമല്ല, the term included not just rulers and chieftains but also soldiers and commanders who in the armies of different monarchs all over the subcontinent. Other groups of people such as the Marathas, Sikhs, Jats, Ahoms and Kayasthas
also used the opportunities of the age to become politically important. Throughout this period, there was a gradual clearing of forests and the extension of agriculture, a change faster and more complete in some areas than in others. Changes in their habitats forced many forest dwellers to migrate. Others started tilling the land and became peasants. Throughout this period, there was a gradual clearing of forests. ഫോറസ്റ്റുകൾ ധാരാളം ക്ലിയർ ചെയ്തു. അവിടേക്ക് എന്താണ്, അഗ്രികൾച്ചറിൻ്റെ വളർച്ചയും വരവുമാണ് അവിടെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾ അവർ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് അവിടെ അഗ്രികൾച്ചർ തുടങ്ങി. പക്ഷേ ചേഞ്ചസ് ഇൻ ദെയർ ഹാബിറ്റാറ്റ്, പലപ്പോഴും പല ഫോറസ്റ്റ് ഡുവല്ലേഴ്സിൻ്റെ ഹാബിറ്റാറ്റ് മീൻസ് ലിസൺ refers to the environment of a region and the social and economic lifestyle of its residents. അതായത് വനത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന, കാടുകളിൽ വസിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകളുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ അവരുടെ ആവാസ വ്യവസ്ഥയെ ഇത് വളരെയധികം ബാധിച്ചു, ഇത്തരത്തിൽ ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ അവരൊക്കെ അവിടുന്ന് മാറിപ്പോയി. എന്നാൽ ബാക്കിയുള്ളവർ അവരെന്ത് ചെയ്തു, അതേ സ്റ്റാർട്ടഡ് ടില്ലിങ് ദി ലാൻഡ് ആൻഡ് ബിക്കെയിം പെസൻസ്. ബാക്കിയുള്ളവർ അവിടെ ലാൻഡിൽ തന്നെ അവർ ഉഴുതുമറിച്ച് തുടങ്ങി, അവർ കൃഷി തുടങ്ങി. These new peasants group gradually began to be influenced by regional markets, chieftains, priests, monasteries and temples. They became part of large complex societies and were required to pay taxes and offer goods and services to local lords. ഇത്തരത്തിൽ വളർന്നു വന്ന പുതിയ ഗ്രൂപ്പ്, പെസൻസ് ഗ്രൂപ്പ്, അവർ അവിടുത്തെ റീജിയണൽ മാർക്കറ്റ്സിനെയും ചീഫ്റ്റൈൻസ്, പ്രീസ്റ്റ്, മോനാസ്ട്രീസ്, ടെമ്പിൾസ് ഇവരെയെല്ലാം സ്വാധീനിച്ചു തുടങ്ങി. അങ്ങനെ അവർ അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് ഈ ഒരു പെസൻസ് ഗ്രൂപ്പ് വളർന്നു വന്നു. As a result, significant economic and social differences emerged amongst peasants. Some possessed more productive land, others also kept cattle, and some combined artisanal work with agricultural activity during the lean season. As society became more differentiated, people were grouped into jadis or subcastes and ranked on the basis of their backgrounds and their occupations. അങ്ങനെ കാലം മാറിയതോടുകൂടി ഒക്യുപ്പേഷൻസിൻ്റെയും അവരുടെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കിടയിൽ ജാതികളും അതുപോലെ സബ് കാസ്റ്റുകളുമൊക്കെയും ഉണ്ടായി. ഓൺ ദി ബേസിസ് ഓഫ് their backgrounds and their occupations. Ranks were not fixed permanently and varied according to the power, influence and resources controlled by members of the ജാതി. ജാതിയിലെ ആ റാങ്കുകളൊക്കെയും പലപ്പോഴും not fixed permanently and varied according to the power, influence and resources controlled by members of the jati. The status of the same jati could vary from area to area. അപ്പോൾ ഒരു ഏരിയയിലെ സ്റ്റാറ്റസ് ആയിരിക്കില്ല മറ്റൊരു ഏരിയയിൽ അതേ ജാതിക്ക്. അപ്പോൾ ഓരോ ഏരിയയിലും അവരുടെ പവറും അവരുടെ മറ്റ് പല ഇൻഫ്ലുവൻസും റിസോഴ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിൽ ജാതിയുടെയൊക്കെ സ്റ്റാറ്റസും നിർണ്ണയിച്ചിരുന്നത്. ജാതീസ് ഫ്രെയിം their own rules and regulations to manage the conduct of their members. ഓരോ ജാതിക്കും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. These regulations were enforced by an assembly of elders described in same areas as the Jati Panchayat. But Jadis were also required to follow the rules of their villages. Several villages were governed by a chieftain. Together they were only one small unit of a state. ഇതാണ് സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിഫറൻസ് എമംഗ്സ്റ്റ് പെസൻസ്. അങ്ങനെ ജനങ്ങൾ ജാതിയായിട്ടും സബ് കാസ്റ്റായിട്ടും ഒക്കെ തിരിഞ്ഞു. In the town or villages, Jadis framed their own rules and regulations enforced by an assembly of elders, that is Jati Panchayat. Jati പഞ്ചായത്തുകൾ രൂപപ്പെട്ടു. Jadis were also required to follow the rules of their villages. ഓരോ ജാതിക്കും അതാത് ജാതിയുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. സെവറൽ വില്ലേജസ് വെയർ ഗവർൺഡ് ബൈ എ ചീഫ്റ്റൈൻസ്. ഒരു നേതാവിൻ്റെ ഒരു ലീഡർഷിപ്പിലായിരിക്കും ഓരോ വില്ലേജും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ഹിയർ വി ക്യാൻ കൺക്ലൂഡ് ദിസ് സെഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്തതെന്നൊന്ന് ചുരുക്കി പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്. 700 മുതൽ 1750 വരെയുള്ള 1000 വർഷ കാലയളവിലുണ്ടായ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. പലതരത്തിലുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഈ ഒരു കാലയളവിൽ വന്നു. സ്പിന്നിങ് വീൽ, പേർഷ്യൻ വീൽ,
റൈറ്റ്, ഫയർ ആംസ് ഇൻ ബാറ്റിൽ. അതുപോലെ ഫുഡ് ഐറ്റംസ്, പല ബീവറേജ് ഐറ്റംസും ഒക്കെയും നമ്മുടെ സബ് കോണ്ടിനെന്റിലേക്ക് വന്നു. പൊട്ടറ്റോസ്, കോൺ, ചില്ലീസ്, ടീ ആൻഡ് കോഫി. ദെൻ എന്താണ്, ദിസ് വാസ് ഓൾസോ എ പീരീഡ് ഓഫ് ഗ്രേറ്റ് മൊബിലിറ്റി. യാത്രകളുടെയും സഞ്ചാരത്തിൻ്റെയും ഒക്കെ അവസരങ്ങൾ തേടിയുള്ള ജനങ്ങളുടെ യാത്രകൾ, സഞ്ചാരങ്ങളൊക്കെ ധാരാളം ഉള്ള ഒരു കാലഘട്ടം. കൂടാതെ രജപുത്ര വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞു. വളരെ ശക്തരായിട്ടുള്ളവരും വളരെ ധീരരായിട്ടുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. ദേ വെർ റൂളേഴ്സ് ആൻഡ് ചീഫ്റ്റെയിൻസ്, സോൾജേഴ്സ് ആൻഡ് കമാൻഡേഴ്സ്, എസ്പെഷ്യലി ഫ്രം ക്ഷത്രിയ കാസ്റ്റ്. ഗ്രാജുവൽ ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ്. കാടുകൾ, വനങ്ങൾ വെട്ടിത്തെളിക്കാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. ന്യൂ പെസൻസ് ഗ്രൂപ്പിന്റെ ഉദയം. അവരിലൂടെ സമൂഹത്തിൽ എന്തുണ്ടായി? ജാതികൾ ഉണ്ടായി. ജാതികളുടെ ഉദയം ജാതി പഞ്ചായത്തിലേക്ക് നയിക്കുന്നു. In the town or villages, village jadis framed their own rules and regulations enforced by an assembly of elders, that is Jadi Panchayat. And jadis were also required to follow the rules of their villages. Several villages were governed by a chieftain. So this is your homework. Read the text and collect parent sign also. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പേരൻറ് സൈനും കൂടെ കളക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് വായിച്ച് പേരൻറ് സൈൻ കളക്ട് ചെയ്തത് വെക്കണം. ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ എല്ലാം നോക്കുന്നതാണ്. സോ കൃത്യമായിട്ട് വർക്കുകൾ ചെയ്യുക. താങ്ക് യു.